ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ഡേ 5ലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു ക്ഷമാപണം യാചിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തന്നൊരു വാക്ക് എന്ന് പറയുന്നത് 7 ദിവസം കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ഭാഗം, അതായത് കേരള ചരിത്രം കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് 6ഉം 7ഉം ദിവസം റിവിഷൻ ചെയ്യാമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നമുക്ക് ഒരു ദിവസം കൂടി, അതായത് 5 ദിവസത്തിന് പകരം 6 ദിവസം നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് 7ാമത്തെ ദിവസം റിവിഷൻ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 5ൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഇത്രയും ടോപ്പിക്സ് നമ്മളിന്ന് കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനന കാലഘട്ടം എന്ന് പറയുന്നത് 1856 മുതൽ 1928 വരെയാണ്. അപ്പോൾ ജനനം 1856 56 ഓഗസ്റ്റ് 20. ജനനസ്ഥലം ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലാണ്. ചെമ്പഴന്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയൽവാരം വീട്. ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്ന ചില പേരുകളാണ് നാണു ആശാൻ, ഗുരുദേവൻ, തിരുവിതാംകൂറിലെ ദേശീയ സന്യാസി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. പിന്നെ നമുക്കറിയാം കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരെ കുറിച്ചിട്ടാണ്. ആദ്യകാല ഗുരുവാണ് കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. മറ്റു ഗുരുക്കന്മാരാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ഈ തൈക്കാട് അയ്യ ഹഠയോഗ വിദ്യയാണ് ഗുരുവിനെ അഭ്യസിപ്പിച്ചത്. ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. ഇനി പിള്ളത്തടം ഗുഹ. എന്താണ് പിള്ളത്തടം ഗുഹ? ശ്രീനാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ഈ മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്, കന്യാകുമാരിയിലാണ്. അവിടുത്തെ അദ്ദേഹം തപസ് അനുഷ്ഠിച്ച ഗുഹയാണ് പിള്ളത്തടം ഗുഹ. പരവൂർ സമ്മേളനം, അദ്ദേഹം പങ്കെടുത്ത ഒരു സമ്മേളനമാണ് പരവൂർ സമ്മേളനം. കൊല്ലം ജില്ലയിലാണ് നടന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദുരാചാരങ്ങളായിട്ടുള്ള പൊളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം, ഈ ദുരാചാരങ്ങളെയൊക്കെ ശ്രീനാരായണ ഗുരു എതിർത്ത സമ്മേളനമാണ് പരവൂർ സമ്മേളനം. കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന സ്ഥലത്ത് നടന്ന സമ്മേളനമാണ് പരവൂർ സമ്മേളനം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് SNDP. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. സ്ഥാപിതമായത് പഠിച്ചു വയ്ക്കണം. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. കൊല്ലം ജില്ലയിലാണ് അതിൻ്റെ ആസ്ഥാനം. ഇനി SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ഇനി ഫസ്റ്റ് ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു, ഫസ്റ്റ് സെക്രട്ടറി ആയിരുന്നത് കുമാരനാശാൻ. ഇനി കുമാരനാശാൻ വർഷങ്ങൾക്ക് ശേഷം 1923 SNDPയുടെ പ്രസിഡൻ്റായിട്ടും വന്നിട്ടുണ്ട്. ഇനി വാവൂട്ട് യോഗം എന്ന് പറയുന്നത് അരുവിപ്പുറം ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച ഒരു സമിതിയുടെ പേരാണ് വാവൂട്ട് യോഗം. അപ്പോൾ ഇവിടെ നമ്മളത് പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SNDP യോഗം ഉണ്ടല്ലോ, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗം, ആ യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് യോഗം. അടുത്തത് അരുവിപ്പുറം ക്ഷേത്രയോഗം. ഇതിൻ്റെ പ്രത്യേകത SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അത് 1898 രൂപീകരിച്ചത്. ഇനി SNDPയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം. ഈ വിവേകോദയം പത്രത്തിന് ഈഴവ ഗസറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. SNDPയുടെ ആദ്യത്തെ മുഖപത്രമാണത്. 1904 മെയ് 13 ഈ വിവേകോദയം ആരംഭിക്കുന്നത്. 1904 മെയ് 13. കുമാരനാശാനാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ. ഓക്കെ. ഇനി വിവേകോദയത്തിൻ്റെ ഈ SNDPയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോഴത്തെ SNDPയുടെ മുഖപത്രം അറിയപ്പെടുന്ന പേരാണ് യോഗനാഥം. ഇപ്പോൾ ഉള്ള പേരാണ് യോഗനാഥം. ഇപ്പോൾ ഉള്ള പത്രം യോഗനാഥം. ഓക്കെ. ഏറ്റവും ആദ്യത്തെ മുഖപത്രമായിരുന്നു വിവേകോദയം.
ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ ടാഗോർ സന്ദർശിച്ചിരുന്നു 1922. അന്ന് ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ആര്? CF ആൻഡ്രോസ്. ഇനി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാനാണ് എല്ലാവരും വന്നിരുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു ഒരാളെ സന്ദർശിക്കാൻ ശ്രീനാരായണ ഗുരു പോയിട്ടുണ്ട്. അതാരെയാണെന്നാണ് ചോദിക്കണേ. ഗുരു മറ്റൊരാളെ സന്ദർശിക്കാൻ പോയ ഏക സന്ദർഭവും ഇതുതന്നെയാണ്. രമണ മഹർഷിയെ സന്ദർശിക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരു പോയി. അപ്പോൾ മഹർഷിയുടെ പേര് ഓർത്ത് വയ്ക്കുക, രമണ മഹർഷി. ഇനി രമണ മഹർഷിയെ സന്ദർശിച്ചപ്പോൾ ഗുരുവിന് എന്താ പറയുക, അത്യധികം ആഹ്ലാദം, സന്തോഷമുണ്ടായി. അപ്പം അതിനനുസരിച്ച് അദ്ദേഹം രചിച്ച കൃതിയാണ് നിർവൃതി പഞ്ചകം. അദ്ദേഹത്തിന് ശരിക്കൊരു നിർവൃതി ലഭിച്ചപ്പോൾ ആ ഒരു ഇതിൽ എഴുതിയ കൃതിയാണ് നിർവൃതി പഞ്ചകം. ശ്രീനാരായണ ഗുരു എഴുതിയതാണ് നിർവൃതി പഞ്ചകം രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സ്ഥാപിച്ച ആശ്രമമാണ് അദ്വൈതാശ്രമം. പെരിയാറിൻ്റെ തീരത്താണ് ഈ അദ്വൈതാശ്രമം ഉള്ളത്. 1913 ഇത് സ്ഥാപിതമായത്. ഇനി അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്ര. ആലുവയിൽ സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരു നടത്തിയ വർഷമാണ് 1924. ആലുവയിലാണിത് നടന്നത്. ആ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ടി സദാശിവ അയ്യറായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്ന ടി സദാശിവ അയ്യറായിരുന്നു അധ്യക്ഷൻ. ഇനി ഈ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും. ഓക്കെ. പിന്നെ ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ടാണ് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത്. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീലങ്കയിലേക്ക് ശ്രീനാരായണ ഗുരു ആദ്യം സന്ദർശനം നടത്തിയ വർഷമാണ് 1918. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ ഒരു സംഘടന സ്ഥാപിച്ചു. ആ സംഘടനയുടെ പേരാണ് സിലോൺ വിജ്ഞാനോദയ യോഗം. ഇനി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച കുറച്ച് മഠങ്ങളാണ്. ശിവഗിരി മഠം, അത് സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. 1904 സ്ഥാപിച്ചത്. അതേ വർഷം തന്നെ 1904 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സ്ത്രീ സമാജം രൂപീകൃതമായിരുന്നു. ആ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ മാതാ പെരുമാൾ. ഇനി അദ്ദേഹത്തിൻ്റെ മഹാസമാധി അത് ശിവഗിരിയിലാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയായിരുന്നു ശ്രീനാരായണ ഗുരു. 1967 അത് സംഭവിച്ചത്. ഇനി മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയായിരുന്നു ശ്രീനാരായണ ഗുരു. ശ്രീലങ്കയുടെ സ്റ്റാമ്പിലാണ് അദ്ദേഹത്തിനെ മുദ്രണം ചെയ്തിരുന്നത്. ഇനി നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ 5 രൂപ നാണയത്തിൽ ഗുരുവിനോടുള്ള ആദരസൂചകമായിട്ട് റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം 5 രൂപ നാണയത്തിലാണ് ആലേഖനം ചെയ്തത്. 2006 സെപ്റ്റംബർ 7 ആ നാണയം പുറത്തിറക്കിയത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളാണ്. ധാരാളം കൃതികളുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന. ഇനി ശിവശതകം എന്ന് പറയുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ഇനി ആത്മോപദേശ ശതകം. ഈ ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ്. അതിൻ്റെ പ്രസിദ്ധമായ ചില വരികളുണ്ട്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഇത് ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. ഇനി കുറച്ച് കൃതികൾ പരിചയപ്പെടാം. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. അതുപോലെ ശ്രീനാരായണ ഗുരു ദേവനാഥനായ ഗുഹനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സ്തോത്രഗീതം സംസ്കൃതത്തിൽ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഗുഹാഷ്ടകം. ഇനി അഗ്നിയെക്കുറിച്ച് ഗുരുദേവൻ്റെ രചനയാണ് ഹോമമന്ത്രം. അതുപോലെ നമുക്കറിയുന്നൊരു വാചകമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളത്. അപ്പോൾ ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ. ഓക്കെ. അതേപോലെ ദൈവദശകം അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്.
ഇനി ശ്രീനാരായണ ഗുരു നടത്തിയ കുറച്ച് പ്രതിഷ്ഠകൾ പരിചയപ്പെടാം. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 ഫെബ്രുവരിയിൽ ശിവരാത്രി സമയത്ത് ദിനത്തിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അടുത്തത് നിലവിളക്ക് പ്രതിഷ്ഠ. നിലവിളക്ക് പ്രതിഷ്ഠ അല്ലെങ്കിൽ ദീപപ്രതിഷ്ഠ നടത്തിയത് തൃശ്ശൂർ കാരമുക്കിലുള്ള വിളക്കമ്പലം എന്ന ക്ഷേത്രത്തിലാണ്. വിളക്കമ്പലം, കാരമുക്ക്, തൃശ്ശൂർ. ഇനി ശ്രീനാരായണ ഗുരു നടത്തിയ മറ്റൊരു പ്രതിഷ്ഠയാണ് കണ്ണാടി പ്രതിഷ്ഠ. കളവൻകോടം, ഉല്ലല തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിലാണ്. കളവൻകോടം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. പിന്നെ ഉല്ലല, വെച്ചൂർ അവിടെയും കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം പോയിൻറ്റുകൾ ഇനിയും നിങ്ങൾക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സമയം അനുസരിച്ച് അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത്. അപ്പോൾ അന്നത്തെ പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായിട്ടുള്ള കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ ഈ 3 യുവാക്കളിലൂടെയാണ് ഈ സമരം ആരംഭിച്ചത്. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. ഈ വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിൻ്റെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് വെമ്പനാട്ട് കായലിൻ്റെ തീരത്താണ്. ഇനി വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി രാഘവയ്യ. ആരായിരുന്നു? ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ. പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം. അകാലികളുടെ നേതാവാണ് ലാല ലാൽ സിംഗ്. വൈക്കം ക്ഷേത്ര റോഡുകളും മറ്റു റോഡുകളും ജാതിമതി ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് എൻ കുമാരൻ. പക്ഷേ ഈ പ്രമേയം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇനി കാക്കിനട സമ്മേളനം അതെന്താ ഉദ്ദേശിക്കണേ? നമ്മളുടെ ഈ ആയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കാക്കിനട സമ്മേളനം. 1923 നടന്ന കാക്കിനട സമ്മേളനത്തിൽ വെച്ചിട്ട് ആയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. അതിന് മുൻകൈ എടുത്തത് ടി കെ മാധവനായിരുന്നു. ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തിയ ദേശീയ നേതാവാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. അതെവിടെ നിന്ന് എവിടെ വരെയാണെന്നുള്ളത് ഓർക്കണം. മധുരയിൽ നിന്ന് വൈക്കം വരെ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതൻ, കോട്ടുകോയിക്കൽ വേലായുധൻ. അപ്പോൾ 2 ശിഷ്യന്മാരുടെ പേരുകൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സ്വാമി സത്യവ്രതൻ, കോട്ടുകോയിക്കൽ വേലായുധൻ. വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ചർച്ച നടത്തിയ മനയാണ് ഇണ്ടൻ തുരുത്തി മന. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ആരൊക്കെ? ഹിന്ദുക്കളോടൊപ്പം അഹിന്ദുക്കളും പങ്കെടുത്തിരുന്നു. അതാരൊക്കെയാണ്? ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ജാഥയാണ് സവർണ ജാഥ. നമ്മൾ മന്നത്ത് പത്മനാഭം പഠിച്ചപ്പോൾ സവർണ ജാഥ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 1924 നവംബർ 1 സവർണ ജാഥ സംഘടിപ്പിച്ചത്. മന്നത്ത് പത്മനാഭനായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അതുപോലെ ഈ സവർണ ജാഥ സംഘടിപ്പിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തത് ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ അത് ചെയ്തത്. സവർണ ജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. സേതുലക്ഷ്മി ബായിക്ക് ഒരു നിവേദനം കൊടുത്തത് ആർക്കാണ്? സേതുലക്ഷ്മി ബായി.
ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. അതുപോലെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ടി രാഘവയ്യ ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ദിവാൻ M.E. വാട്സ് ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടു നിന്നത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ ലാസ്റ്റ് നിവേദനം മഹാറാണി സേതുലക്ഷ്മിബായിക്ക് കൊടുത്തിരുന്നു. ആ നിവേദനത്തിൽ 23,000 പേരാണ് ഒപ്പുവെച്ചവരുടെ എണ്ണമാണ് 23,000. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. 1925 നവംബർ 23-ന് ഈ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചെങ്കിലും അന്ന് എല്ലാ റോഡുകളും ഇങ്ങനെ, അതായത് ആളുകൾക്ക് തുറന്നു കൊടുത്തില്ല. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ മാത്രമാണ് ജാതിമത ഭേദമന്യേ തുറന്നു കൊടുത്തത്. പക്ഷെ പിന്നീട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 25 നവംബർ 23-ന് ശേഷം പിന്നീട് 1928 ആയപ്പോഴാണ് തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കുന്ന വിളംബരം പുറപ്പെടുവിച്ചത് 1928-ലാണത്. ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1-നാണ് ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ച KPCC സമ്മേളനം 1931-ലെ വടകര സമ്മേളനമാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു K. കേളപ്പനും മന്നത്ത് പത്മനാഭനും. K. കേളപ്പൻ അതിൻ്റെ സെക്രട്ടറിയും മന്നത്ത് പത്മനാഭൻ പ്രസിഡൻറ്റും ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. നമ്മൾ കുറേ ആളുകളുടെ പേരുകൾ പഠിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ടായാലും അത് ഓർമ്മിക്കാൻ ആയിട്ട് ശ്രമിക്കണം കേട്ടോ. T. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് A.K. ഗോപാലൻ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. K. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു. അത് 1932 സെപ്റ്റംബർ 21-നാണ് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജി ഇടപെട്ടിട്ട് ഈ സത്യാഗ്രഹം പിൻവലിപ്പിച്ചു. 1932 ഒക്ടോബർ 2-നാണ് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത്. ഗാന്ധിജിയാണത് പിൻവലിപ്പിച്ചത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കാലത്താണ് നമ്മൾ ജനഹിത പരിശോധന എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ ചോദിക്കാറുണ്ട്, ഏത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്? ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജനഹിത പരിശോധന നടത്തിയത്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് താലൂക്ക് ഏതാണെന്ന് ചോദിക്കാം. അത് പൊന്നാനി താലൂക്കാണ്. അതുപോലെ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ 90ാം വാർഷികം ആഘോഷിച്ചത് 2021-ലാണ്. 2021. ഇനി അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡേറ്റ്. 1936 നവംബർ 12-ാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തൻ്റെ 25ാം ജന്മദിനത്തിലാണ് അദ്ദേഹം അത് ചെയ്തത്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിനെ പ്രേരിപ്പിച്ച വ്യക്തി ആര്? സർ സി പി രാമസ്വാമി അയ്യർ. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? T.K. മാധവൻ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? T.K. മാധവൻ. ഇനി ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് കുറച്ച് വിശേഷണങ്ങളുണ്ട്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതുപോലെ കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. 2 തരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. അടുത്തത് ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നാണ് ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്.
ഇനി സി രാജഗോപാലാചാരി ക്ഷേത്രപ്രവേശന വിളംബരത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്നാണ് പറഞ്ഞത്. ഇനി ടി കെ വേലുപ്പിള്ള ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിളിച്ചതിങ്ങനെയാണ്: തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട. ഓക്കെ, അപ്പോൾ ഇന്ന് 5ാമത്തെ ദിവസം നമ്മൾ തീർക്കേണ്ടത് ഈ ടോപ്പിക്സാണ്. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ തീർത്തതിന് ശേഷം ഇന്ന് സമയം കിട്ടുമ്പോൾ നിങ്ങൾ റിവിഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ 6ാമത്തെ ഒരു ദിവസം കൂടി നമ്മൾക്ക് വേണം. അപ്പോൾ നാളെ ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, ആ ടോപ്പിക്ക് ഞാനിടും. അപ്പോൾ നമുക്ക് റിവിഷന് ഒരു ദിവസമേ കിട്ടുള്ളൂ, 7ാമത്തെ ഒരു ദിവസം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇട്ടിട്ടുള്ള ടോപ്പിക്സ് പഠിക്കുക, കൂടെ റിവിഷനും ചെയ്യുക. ഇന്ന് SCERT പഠിക്കേണ്ട. SCERT നാളെ ഇടുന്ന ടോപ്പിക്കിനൊപ്പം ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ SCERT പഠിച്ചാൽ മതി. പിന്നെ ഈ ടോപ്പിക്സും പിന്നെ റിവിഷനും ചെയ്യുക. കാരണം നമ്മൾ പഠിച്ചത് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ്. അത് റിവൈസ് ചെയ്യാതെ ഓർത്തിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ 100 ഡേയ്സ് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ഇട്ടപ്പോൾ ധാരാളം ആളുകൾ ഇത് കണ്ടു പഠിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇത് കുറഞ്ഞു വന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വീഡിയോയിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കണം. അതുപോലെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അത് നാളെ തന്നെ ഇടാമെന്നാണ് വിചാരിക്കണത്. എനിക്ക് സമയം കിട്ടുന്നില്ല, എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടാം, എത്രയും പെട്ടെന്ന് ഇടാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ നിർബന്ധമായിട്ട് രേഖപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.